പ്രിയ സ്നേഹിതരെ, ചില ആഴ്ചകൾക്ക് മുൻപ് നാം ഒരുമിച്ച് ചിന്തിച്ച ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു: നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജന്മസിദ്ധമായി അല്ലെങ്കിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ചില കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, അതിനെ പരിപോഷിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനും കഴിഞ്ഞാൽ നമുക്ക് ആ കഴിവുകളുടെ ഉന്നത നിലവാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കഴിവുകൾ തെളിയിക്കാൻ നാളുകളുടെ പരിശീലനം ഓരോരുത്തർക്കും വേണ്ടി വരുന്നു. ചില ദിവസങ്ങൾ കൊണ്ടോ എളുപ്പത്തിലോ ഈ കഴിവുകളുടെ ഉന്നത നിലവാരത്തിലെത്താൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. ചലച്ചിത്ര താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, ഇങ്ങനെ താരപദവിയിലേക്ക് സമൂഹം അങ്ങനെയുള്ളവരെ കാണുകയും മാനിക്കുകയും ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസപരമായി ഉന്നത വിദ്യാഭ്യാസം നേടി ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് പല തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കാർഷികമായിട്ടോ വ്യാവസായികമായിട്ടോ കണ്ടുപിടിക്കുന്നവരെയും രാജ്യം മാനിക്കാറുണ്ട്. ആണവ നിലയങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ഒരു പ്രസിഡന്റ് ആ നിലവാരത്തിൽ എത്തിയ വ്യക്തിയായിരുന്നു. അങ്ങനെ സമൂഹം അങ്ങനെയുള്ളവരെ മാനിക്കുമ്പോൾ അവരുടെ മുൻകാലങ്ങൾ, അവരുടെ കഴിവുകൾ അവർ കണ്ടുപിടിച്ചത് മുതൽ അവരതിനെ വളർത്തിയെടുത്ത് ഉന്നത നിലവാരത്തിലെത്താൻ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ വിവിധ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇതുപോലെ ഒരു ചിന്ത നിങ്ങളുടെ മുന്നിൽ വെക്കട്ടെ. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, ആരോടും വൈരാഗ്യമില്ലാതെ ഇരിക്കുവാൻ മനുഷ്യരായ നാം ശ്രമിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടാൽ നാം എല്ലാവരും ഒരുപോലെ പറയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നതാണ്: എല്ലാവരോടും സ്നേഹമായിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ചിലരോടൊക്കെ ഉള്ള സ്നേഹക്കുറവ്, വൈരാഗ്യം, ദേഷ്യം, വെറുപ്പ് അത് മാറത്തില്ല. ഞാൻ ചാകുന്നത് വരെയും ഞാൻ ആ ആളോട് മിണ്ടത്തില്ല. ഒരു തരത്തിലും ആ വ്യക്തിയോടുള്ള വൈരാഗ്യം എന്നിൽ നിന്ന് പോകത്തില്ല. എൻ്റെ തൊലിക്കുള്ളിൽ അത് കടന്നുകൂടിയിരിക്കുന്നു. എൻ്റെ രക്തത്തിൽ ആ ദേഷ്യവും വൈരാഗ്യവും അടിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അലിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്തുമാത്രം കഴിവുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തെളിയിക്കുവാൻ, വളർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഇങ്ങനെ ഒരു കഴിവ് ദൈവം തന്നിട്ടില്ലേ? ഏതാ? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരുടെ വെറുപ്പ് വിട്ടുകളയുവാൻ, മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ, മറ്റുള്ളവരോടുള്ള ദേഷ്യം വിട്ടുകളയുവാൻ ആ ഒരു കഴിവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നമുക്കത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല? നിശ്ചയമായും ആ കഴിവുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവ്, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുക, എൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുക, കൂട്ടു സഹോദരിയെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ ഒന്നാണ്. അങ്ങനെയെങ്കിൽ അത് വളർത്തണ്ടേ? അതിനെ പരിപോഷിപ്പിക്കണ്ടേ? അതിൻ്റെ ഉന്നത നിലവാരത്തിൽ പ്രകടിപ്പിക്കണ്ടേ? അതൊക്കെ ആവശ്യമാണ്. നിശ്ചയമായും അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്താൻ ഒന്ന് ഒരുങ്ങാമോ? ഞാനൊന്ന് പറയട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എപ്പോഴെങ്കിലും അവർ ഏതെങ്കിലും വാക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു കഴിയുമ്പോൾ അവരോടൊരു വിരോധം, അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് അവരോട് ക്ഷമിക്കാൻ ഒരു കാരണവശാലും പറ്റുകയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ മക്കളെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുക, ബന്ധുക്കളെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുക, അവർ നമ്മുടെ വീട്ടിൽ വരേണ്ട സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് അവരോടൊരു അടങ്ങാത്ത വൈരാഗ്യം വെക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പം ആയുസ്, ദൈവം തന്നിരിക്കുന്ന കഴിവാണ് ക്ഷമിക്കുവാനും പൊറുക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഉള്ളത്.
അതുകൊണ്ട് ഈ കഴിവിനെ ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കും. ഇങ്ങനൊരു വാക്യമുണ്ട് ബൈബിളിൽ, നിങ്ങൾക്ക് ഭാരമായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ദൈവം പറയുന്നു. എന്തിനാണ്? ദൈവം അത് പരിഹരിച്ചു തരാം, അതിന് പരിഹാരം കണ്ടെത്തി തരാം എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം നമുക്കെടുക്കാം. ദൈവമേ, അങ്ങ് തന്ന കഴിവാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവരുടെ കഴിവില്ലായ്മയെ നാം ഒന്ന് താങ്ങുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരുന്ന കഴിവാണെന്ന് മനസ്സിലാക്കി അതിനെ വളർത്താം. അന്യോന്യം സ്നേഹിക്കാം, അന്യോന്യം ക്ഷമിക്കാം, അന്യോന്യം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉള്ള ഇടപാടുകൾ നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.